ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ വെറും ചിക്കനും കുറച്ച് റൈസും മാത്രം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആകെ ഒരു 3-4 പീസേ ഉണ്ടാവും കേട്ടോ, അത്രമാത്രം മതി. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലി ഉണ്ടല്ലോ നമ്മളെ മല്ലിപ്പൊടി, അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പീസ് മാഗി ക്യൂബ് അല്ല, ഇത് ചിക്കൻ ക്യൂബാണ്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു സാധനം. നമ്മൾ ചിക്കനൊക്കെ വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നല്ലപോലെ എല്ലാം ഒന്നായിട്ട് ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ, നമ്മളെ മാഗീൻ്റെത് ചിക്കൻ ക്യൂബ്, അതിൽ ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പിടുമ്പം ശ്രദ്ധിക്കണം, കാരണം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മളെ ഈ ഒരു ഗ്രേവിയിൽ മാത്രം ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് അത്ര വലിയ ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയെല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ടിട്ടാൽ മതി. ഇതിൽ അധികം മസാലേൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ഇത് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒറ്റൊരു വിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാനും പാടില്ല. വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രൈ ചെയ്ത പോലെയെല്ലാം ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്താലും ഫ്രൈ ചെയ്ത പോലെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീയും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണേ ഉണ്ടാവും കേട്ടോ, രണ്ടും കൂടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചതച്ചിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കട്ടെ. ഞാൻ വെറും കല്ലുമലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തിട്ടെടുത്തതാണ്. എന്നിട്ട് ഇത് ഒരു ചെറിയൊരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉള്ളി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കാം. പിന്നെ ഞാനൊരു ചെറിയൊരു തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ക്യാപ്സിക്കം കേട്ടോ, ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം. ഇത് ഓപ്ഷനല്ല കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു പച്ചമുളക് അപ്പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. തക്കാളി പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ട് കിട്ടും. നമ്മൾ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി, നല്ലപോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. ഇനിയിപ്പോൾ ഇത് ഞാനൊരു 2 കപ്പ് ബസ്മതി റൈസ് എടുത്തത്. ഇത് ഞാൻ ഓൾറെഡി നല്ലപോലെ കഴുകി വെച്ചതാട്ടാ, അതാ ഇങ്ങനെ ഇരിക്കണത്. ഇനിയിപ്പോൾ ഞാനൊരു പൊടികളും ചേർത്തിനില്ല. അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് ബസ്മതി അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ചിട്ട് വരുമ്പോണ്ടല്ലോ നമുക്ക് എടുത്തു വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 3 കപ്പ് മാത്രം പോരാട്ടോ നമുക്ക് റൈസ് വേകാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ വേറൊരു കാര്യമുണ്ട്, ഞാനത് കാണിച്ചു തരാം. നമ്മൾ റൈസ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കട്ടെ, കാരണം ബസ്മതി അരിക്ക് കുറച്ച് കൂടുതലായിട്ട് വേവുണ്ടാവും. ഒരു 5-6 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് നോക്കുമ്പോണ്ടല്ലോ ഈ റൈസിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ളത്, ഒരു പകുതി വെന്ത് വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം കുക്കറിൽ വേഗം വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലാണ് നമ്മളെ മസാലകൾ മൊത്തം ഉള്ളത്, അത് മൊത്തം ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുക്കർ തുറന്നെടുക്കുമ്പോൾ തന്നെ അതിൽ കാണാൻ പറ്റും, അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും കേട്ടോ. ഈ ചിക്കൻ നിറങ്ങി വന്ന വെള്ളം അതും കൂടി ഇതിലേക്ക് ചേരുമ്പോണ്ടല്ലോ റൈസ് വെന്ത് വരാനുള്ള കറക്റ്റായിട്ടുള്ള ഈ ഒരു ഗ്രേവി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ നല്ലപോലെ ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ല ഫ്രൈ ചെയ്ത പോലെയായിട്ടാണ് കിട്ടുക. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. ഈ വെള്ളം നമ്മൾ ചേർക്കുമ്പോണ്ടല്ലോ അതിലധികം മസാല പിടിക്കാൻ ചാൻസ് ഇല്ല. എത്ര തന്നെ കുക്കർ പഴയതാണെങ്കിലൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും ഒരു വിസിലിനൊന്നും ചിക്കനൊന്നും പിടിക്കൂല കേട്ടോ. അപ്പോൾ അതെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ചിക്കന് റൈസ് തന്നെ ഇട്ടിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ വേവിക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ നമുക്ക് ചിക്കനിൽ മസാല പിടിച്ചിട്ട് കിട്ടൂല കേട്ടോ. ഞാൻ റൈസും ചിക്കനും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിനേനും. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയിലൊക്കെ ചേർക്കട്ടാ, മല്ലിയില, കറിവേപ്പില, ഗ്രാമ്പു, ഇലക്ക അതൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ ഗരം മസാല ചേർത്തോട്ട് തന്നെ അതൊന്നും ചേർക്കുന്നില്ല. ഇത്രയെല്ലാം കേട്ടോ നമ്മുടെ റൈസിൻ്റെ പണി. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മൊത്തത്തിൽ എല്ലാം റൈസും ചിക്കനും എല്ലാം റെഡിയായി കിട്ടും. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, കാരണം ഈ ഒരു ചിക്കൻ ക്യൂബിൻ്റെതും ഈ ഒരു മസാലേൻ്റെതും നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടി. അതുപോലെ തന്നെ ഒരു 2-3 ആൾക്കാർക്കൊക്കെ 2 കപ്പ് അരി കൊണ്ട് നല്ലപോലെ കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് ഉണ്ടാകും കേട്ടോ ഇതിൽ.
പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെ അടിപൊളി ഒരു റെസിപ്പിയും കൂടി എഴുതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ചിക്കന് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ. പിന്നെ റൈസ് കുക്ക് ചെയ്യേണ്ട ഈ ഒരു ടൈമിലേ വേണ്ടൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്തായാലും ലൈക്ക് ചെയ്യട്ടാ. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ മറന്നു പോവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടട്ടാ. അപ്പോൾ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്ത ഒരാളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്